ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്രയാർ. സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപനം തിങ്കളാഴ്ച തൃശൂരിൽ നടക്കും. സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പുരസ്കാര പ്രഖ്യാപനം നടത്തും. മികച്ച നടനുള്ള പുരസ്കാരത്തിന് മമ്മൂട്ടിയും ആസിഫ് അലിയും വിജയരാഘവനും പരിഗണനയിൽ. മാലിന്യമലയിൽ നിന്ന് കായിക വിസ്മയത്തിലേക്ക് ലാലു. IM വിജയൻ സ്പോർട്സ് കോംപ്ലക്സ് തിങ്കളാഴ്ച നാടിനെ സമർപ്പിക്കും. കായിക മന്ത്രി B അബ്ദുറഹ്മാൻ ഉദ്ഘാടനം നിർവഹിക്കും. വോട്ടർ പട്ടിക തീവ്രപരിഷ്കരണത്തിന് ചൊവ്വാഴ്ചയ്ക്ക് ശേഷം വോട്ടറെ തേടി BLO വീടുകളിലെത്തും. വീട്ടിൽ ആളില്ലെങ്കിൽ 3 തവണ വരെ എത്തണമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം. ദേശമംഗലത്ത് 19 വയസ്സുകാരന് ആൾക്കൂട്ടമർദ്ദനം. ക്രൂരമർദ്ദനത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥി ആശുപത്രിയിൽ. പുലിക്കണിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടം കാർഷിക വിളകൾ നശിപ്പിച്ചു. മൂർക്കാട്ടിൽ ബിജുവിന്റെ പറമ്പിലെ കൃഷിയാണ് കാട്ടാനക്കൂട്ടം നശിപ്പിച്ചത്. ദേശമംഗലം വറവട്ടൂരിൽ തെരുവുനായ ആക്രമണത്തിൽ 6 പേർക്ക് പരിക്ക്. വിശദാംശങ്ങളിലേക്ക്. സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപനം തിങ്കളാഴ്ച തൃശൂരിൽ നടക്കും. ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് രാമനിലയത്തിൽ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കും. 2024 ചലച്ചിത്ര അവാർഡാണ് പ്രഖ്യാപിക്കുക. മികച്ച നടനുള്ള പുരസ്കാരത്തിന് മമ്മൂട്ടിയും ആസിഫ് അലിയും വിജയരാഘവനും അവസാന റൗണ്ടിൽ ഉണ്ടെന്നാണ് വിവരം. പ്രാഥമിക ജൂറി കണ്ട് വിലയിരുത്തിയ ശേഷം തെരഞ്ഞെടുത്ത 38 ചിത്രങ്ങളാണ് ജൂറിയുടെ പരിഗണനയിലുള്ളത്. ഭ്രമയുഗത്തിലെ കൊടുമൺ പോറ്റി മമ്മൂട്ടിക്ക് വീണ്ടും ഒരു സംസ്ഥാന പുരസ്കാരം നേടിക്കൊടുക്കുമോ എന്നാണ് പ്രേക്ഷകർ ഉറ്റുനോക്കുന്നത്. കിഷ്കിന്ധാകാന്ഡം എന്ന ചിത്രത്തിലെ മികച്ച പ്രകടനത്തിലൂടെ ആസിഫ് അലിയും കടുത്ത മത്സരം കാഴ്ചവെക്കുന്നു. കിഷ്കിന്ധാകാന്ഡത്തിലെ വിമുക്ത ഭടൻ അപ്പുപിള്ളയെ അവതരിപ്പിച്ച വിജയരാഘവനും ജൂറിയുടെ പരിഗണനയിലുണ്ട്. നസ്രിയ, അനശ്വരരാജൻ, ജ്യോതിർമയി തുടങ്ങിയവരാണ് മികച്ച നടിമാർക്കുള്ള പുരസ്കാര പട്ടികയിലുള്ളത്. ലാലൂരിലെ IM വിജയൻ സ്പോർട്സ് കോംപ്ലക്സ് തിങ്കളാഴ്ച നാടിന് സമർപ്പിക്കും. സ്പോർട്സ് കോംപ്ലക്സിന്റെ 1ാം ഘട്ടം വൈകിട്ട് 5-ന് നടക്കുന്ന ചടങ്ങിൽ കായിക മന്ത്രി V അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും. ഒരു കാലത്ത് തൃശൂരിന്റെ മാലിന്യ സംഭരണ കേന്ദ്രമായിരുന്ന ലാലൂരിൽ 14 ഏക്കറിലാണ് സ്പോർട്സ് കോംപ്ലക്സ് യാഥാർത്ഥ്യമാകുന്നത്. ഫുട്ബോൾ മൈതാനം, പരിശീലന നീന്തൽക്കുളം, ബാഡ്മിന്റൺ, വോളിബോൾ, ബാസ്കറ്റ്ബോൾ കോർട്ടുകൾ, പവലിയൻ എന്നിവയാണ് നിലവിൽ പൂർത്തിയാക്കിയിട്ടുള്ളത്. 70.56 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ച പദ്ധതിക്ക് കിഫ്ബി 56.01 കോടി രൂപ അനുവദിച്ചിരുന്നു. ലാലൂർ IM വിജയൻ സ്പോർട്സ് കോംപ്ലക്സിന്റെ 1ാം ഘട്ടം ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നഗരത്തിൽ കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ വിളംബര ഘോഷയാത്ര നടത്തി. മേയർ MK വർഗീസ്, ഫുട്ബോൾ താരം IM വിജയൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PK ഷാജൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. 100 കണക്കിന് ആളുകൾ അണിനിരന്ന ഘോഷയാത്ര സ്വരാജ് റൗണ്ട് ചുറ്റി തെക്കേ ഗോപുരനടയിൽ സമാപിച്ചു. ജില്ലാ ഒളിമ്പിക് അസോസിയേഷന്റെയും കോർപ്പറേഷന്റെയും നേതൃത്വത്തിൽ തെക്കേ ഗോപുരനടയിൽ നിന്ന് ലാലൂർ IM വിജയൻ സ്പോർട്സ് കോംപ്ലക്സിലേക്ക് സൈക്കിൾ റാലി സംഘടിപ്പിച്ചു. മേയർ MK വർഗീസ് ഫ്ളാഗ് ഓഫ് ചെയ്തു. ഫുട്ബോൾ താരം IM വിജയൻ, കൌൺസിലർമാരായ അനൂപ് ഡേവിസ് കാട, രാഹുൽ നാഥ്, ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ സെക്രട്ടറി KR സുരേഷ്, സ്പോർട്സ് കൌൺസിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് അഖിൽ അനിരുദ്ധൻ തുടങ്ങിയവർ സംസാരിച്ചു. വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിന് ചൊവ്വാഴ്ചയ്ക്ക് ശേഷം വോട്ടറെ തേടി BLO വീടുകളിലെത്തും. വീട്ടിൽ ആളില്ലെങ്കിൽ 3 തവണ വരെ എത്തണമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം. എല്ലാ വോട്ടർമാരുടെയും ഫോൺ നമ്പർ BLOയുടെ പക്കലുള്ളതിനാൽ എത്തുന്ന സമയം മുൻകൂട്ടി അറിയിക്കും. BLO നൽകുന്ന അപേക്ഷയും എന്യൂമറേഷൻ ഫോറവും പൂരിപ്പിച്ച് ഒപ്പിട്ട് നൽകിയാൽ മതി. ആവശ്യമെങ്കിൽ രേഖകളും നൽകണം. പുതിയ ഫോട്ടോ ചേർക്കാനും സൗകര്യമുണ്ട്. നവംബർ 4 മുതൽ ഓൺലൈനിൽ അപേക്ഷിക്കാനാകും. പരാതിയുണ്ടെങ്കിൽ BLO, ERO എന്നിവർക്ക് നൽകണം. കളക്ടറാണ് 1ാം അപ്പീൽ അധികാരി. 2ാം അപ്പീൽ അധികാരി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറും. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ഫോറം 6 അപേക്ഷിക്കണം.
ജനിച്ചത് 1987 ജൂലൈ 7 മുൻപാണെങ്കിൽ ജനന തീയതിയോ ജനന സ്ഥലമോ തെളിയിക്കുന്ന രേഖകളിൽ ഒന്ന് നൽകണം. 1987 ജൂലൈ 1 2004 ഡിസംബർ 2 ജനിച്ചവർ ജനന തീയതിയോ ജനന സ്ഥലമോ തെളിയിക്കുന്ന രേഖകളും മാതാപിതാക്കളിൽ ഒരാളുടെ രേഖയും നൽകണം. 2004 ഡിസംബർ 2 ശേഷം ജനിച്ചവർ സ്വന്തം രേഖയും മാതാപിതാക്കളുടെ രേഖകളും നൽകണം. കമ്മീഷൻ അംഗീകരിച്ച 12 രേഖകളിൽ ഒരെണ്ണം മതിയാകും. 2 ഇടത്ത് വോട്ടുണ്ടെങ്കിൽ ഒന്ന് നീക്കണം. ഇതിന് BLOയ്ക്കോ EROയ്ക്കോ അപേക്ഷ നൽകണം. മൊബൈൽ ആപ്പും ഉണ്ടാകും. 1950 എന്ന നമ്പറിൽ ജില്ലാതലത്തിലുള്ള കോൾ സെന്ററിന്റെ സഹായവും തേടാം. ന്യൂസ് ഡെസ്ക് TCV. ദേശമംഗലത്ത് 19 വയസ്സുകാരനായ വിദ്യാർത്ഥിക്ക് നേരെ ആൾക്കൂട്ടമർദ്ദനം. ക്രൂരമർദ്ദനത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥി ആശുപത്രിയിൽ. ദേശമംഗലം സ്വദേശിയായ ജസീമിനാണ് കഴിഞ്ഞ മാസം 30-ാം തീയതി രാത്രിയിൽ മർദ്ദനമേറ്റത്. കേരളോത്സവ പരിപാടികൾ കഴിഞ്ഞ് മടങ്ങവെയായിരുന്നു സംഭവം. റോഡിലൂടെ നടന്നു വരികയായിരുന്ന ജസീമിനെ ഒരു സംഘം പുറകിൽ നിന്ന് ചവിട്ടി വീഴ്ത്തുകയായിരുന്നു. നിലത്തു വീണ വിദ്യാർത്ഥിയെ സംഘം ചേർന്ന് മുഖത്തും ശരീരത്തിലും മർദ്ദിച്ചു. മർദ്ദനത്തിൽ തലയ്ക്കും ശരീരത്തിനും ഗുരുതരമായി പരിക്കേറ്റ ജസീമിനെ ആദ്യം സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ചെയ്തു. സോഷ്യൽ മീഡിയയിൽ ചീത്ത വിളിച്ചെന്ന കാരണത്താലാണ് ചെറുതുരുത്തി പള്ളം സ്വദേശികളായ ഒരു കൂട്ടം യുവാക്കൾ തന്നെ മർദ്ദിച്ചതെന്നാണ് ജസീം നൽകിയ മൊഴി. ഒത്തുതീർപ്പാക്കാമെന്ന് പറഞ്ഞ് വിളിച്ചുവരുത്തിയ ശേഷം മുൻകൂട്ടി ആസൂത്രണം ചെയ്ത ആക്രമണമാണ് തനിക്കെതിരെ നടന്നതെന്നും ജസീം വെളിപ്പെടുത്തി. സംഭവത്തിൽ ചെറുതുരുത്തി പോലീസ് കണ്ടാലറിയാവുന്ന 13 പേർക്കെതിരെ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. TCV ന്യൂസ് ചെറുതുരുത്തി. പുലിക്കണിയിൽ ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങി കാർഷിക വിളകൾ നശിപ്പിച്ചു. മൂർക്കാട്ടിൽ ബിജുവിന്റെ പറമ്പിലാണ് ആനക്കൂട്ടം എത്തിയത്. പുഴ കടന്നെത്തിയ 6ഓളം ആനകളാണ് പറമ്പിലിറങ്ങിയത്. കവുങ്ങുകളും തെങ്ങുകളും കുത്തിമറിച്ചിട്ട നിലയിലാണ്. പാലപ്പള്ളിയിൽ നിന്ന് വനപാലകർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ശനിയാഴ്ച രാത്രിയിൽ പിള്ളത്തോട് ഭാഗത്ത് റോഡ് മുറിച്ചു കടന്ന ആനകൾ ജനവാസ മേഖലയിൽ എത്തിയിരുന്നു. കാരിക്കുളം കടവ്, പാലച്ചുവട് പ്രദേശങ്ങളിലും ആനശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ പറഞ്ഞു. പാലപ്പള്ളിയിൽ നാട്ടുകാർക്ക് നേരെ പാഞ്ഞെടുത്ത് കാട്ടാനക്കൂട്ടം. ചിമ്മിനി ഡാം റോഡിൽ പിള്ളത്തോട് പാലത്തിന് സമീപത്തായിരുന്നു സംഭവം. പുലിക്കണി ജനവാസ മേഖലയിൽ തമ്പടിച്ചിരുന്ന ആനക്കൂട്ടത്തെ വനപാലകർ കാട് കയറ്റാൻ ശ്രമിക്കുന്നതിനിടെ റോഡ് മുറിച്ചു കടന്ന ആനകൾ നാട്ടുകാർക്കും വഴിയാത്രക്കാർക്കും നേരെ തിരിയുകയായിരുന്നു. ആനക്കൂട്ടം വരുന്നത് കണ്ട് ആളുകൾ ഓടി മാറിയത് മൂലം വലിയ അപകടമൊഴിവായി. കുട്ടികൾ ഉൾപ്പെടെ 6 ആനകളാണ് റോഡ് മുറിച്ചു കടന്നത്. ഹാരിസൺ റബ്ബർ തോട്ടത്തിലേക്ക് കയറിയ ആനക്കൂട്ടം രാത്രിയിൽ ജനവാസ മേഖലയിലേക്ക് തിരിച്ചെത്തുമെന്ന ഭീതിയിലാണ് നാട്ടുകാർ. ദേശമംഗലം മറവട്ടൂരിൽ തെരുവുനായ ആക്രമണത്തിൽ 6 പേർക്ക് പരിക്ക്. പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ശനി ഞായർ ദിവസങ്ങളിലാണ് തെരുവുനായ ആക്രമണം നടന്നത്. മറവട്ടൂരിലെ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്ന കുഞ്ചു നായർ, വനജ, കാർത്തികേയൻ, കുട്ടൻ, യൂസഫ്, അലി തുടങ്ങിയവർക്കാണ് കടിയേറ്റത്. വളർത്തുമൃഗങ്ങൾക്കും തെരുവുനായയുടെ കടിയേറ്റു. നാട്ടുകാരുടെയും ജനപ്രതിനിധികളുടെയും ആവശ്യത്തെ തുടർന്ന് മൃഗസംരക്ഷണ വകുപ്പിൽ നിന്നുള്ള ജീവനക്കാരെത്തി പ്രതിരോധ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. വരന്തരപ്പള്ളി കുന്നത്തുപാടത്ത് സ്വകാര്യ വ്യക്തിയുടെ റബ്ബർ തോട്ടത്തിൽ അജ്ഞാത ജീവിയെ കണ്ടതിനെ തുടർന്ന് നാട്ടുകാർ ആശങ്കയിൽ. ശനിയാഴ്ചയാണ് പുലിയെന്ന് തോന്നിക്കുന്ന ജീവിയെ കണ്ടത്. റോഡ് മുറിച്ചു കടന്ന റബ്ബർ തോട്ടത്തിലൂടെ പോയ ജീവിയുടെ വീഡിയോ സമീപവാസിയായ പാണനാൽ മെൽവിൻ പകർത്തിയിരുന്നു. പുലിയാണെന്ന് സംശയിച്ചതോടെ നാട്ടുകാർ വാർഡ് മെമ്പർ ജിജോ ജോണിനെയും വനപാലകരെയും വിവരമറിയിച്ചു. സ്ഥലത്തെത്തിയ വനപാലകർ പരിശോധന നടത്തിയെങ്കിലും ജീവിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. വീഡിയോയിൽ കണ്ടത് പുലിയല്ലെന്നും പൂച്ചപ്പുലിയാണെന്നും ആണ് വനപാലകരുടെ സ്ഥിരീകരണം. 2 മാസം മുൻപ് ഈ പ്രദേശത്ത് ഇത്തരത്തിലുള്ള ജീവി റോഡ് മുറിച്ചു കിടക്കുന്നത് യാത്രക്കാർ കണ്ടിരുന്നു. ഇടവേള. ദൈവശബ്ദം 2025 മീറ്റ് ജീസസ് പ്രയർ ടീം തൃശൂർ അതിരൂപതയോട് ചേർന്നൊരുക്കുന്ന 32ാമത് ദൈവശബ്ദം കൺവെൻഷൻ നവംബർ 15 മുതൽ 19 വരെയുള്ള തീയതികളിൽ മലയാള മനോരമ ഓഫീസിന് സമീപം. ഉദ്ഘാടനം ചെയ്യുന്നത് മാർ ആൻഡ്രോസ് താഴത്ത് തൃശൂർ അതിരൂപത മെത്രാപ്പോലീത്ത. ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ യേശുവിനെ പകർന്നു കൊടുക്കുന്ന ഫാദർ മാത്യു വയനാമണ്ണിൽ ടീം നേതൃത്വം നൽകുന്നു. ഏവരെയും യേശുനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു.
എടാ അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ ഈ സാറന്നാ ഫുള്ള് നാച്ചുറലാ? ആടാ ഫുള്ളി നാച്ചുറൽ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ, ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ അപ്പക്കുട്ടനുണ്ട്, ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ചില യാത്രകൾ, ചില ഒത്തുചേരലുകൾ, ചില സമ്മാനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. മുല്ലശ്ശേരി പറമ്പൻതളി മഹാദേവ ക്ഷേത്രത്തിലെ ഷഷ്ഠി ആഘോഷം ഉത്സവപ്രേമികൾക്ക് ആവേശമായി. പീലിക്കാവടികളും പൂക്കാവടികളും നിറഞ്ഞാടി വർണ്ണവസന്തം തീർത്തായിരുന്നു ആഘോഷം. കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു ഷഷ്ഠി ദിനം. കനത്ത മഴയെ തുടർന്ന് അന്ന് ക്ഷേത്രപൂജകളും ആചാര ചടങ്ങുകളും മാത്രം നടത്തി. ദേശകമ്മിറ്റികളുടെ ആഘോഷം ഞായറാഴ്ചയാണ് നടന്നത്. കാവടി ആഘോഷത്തിന് വിവിധ ദേശങ്ങളിൽ നിന്നും നിരവധി മുരുക ഭക്തർ എത്തിച്ചേർന്നു. വാദ്യമേളങ്ങളുടെ താളങ്ങൾക്കൊപ്പം നൃത്ത ചുവടുകളുമായി കാവടി എഴുന്നള്ളിപ്പ് ദീപസ്തംഭത്തിന് മുന്നിൽ എത്തിയതോടെ ഉത്സവാവേശം വാനോളം ഉയർന്നു. വർണ്ണദീപങ്ങളാൽ അലങ്കൃതമായ പീലിക്കാവടികളും വർണ്ണപ്പൂക്കാവടികളും നിറഞ്ഞാടിയ ഷഷ്ഠി ഉത്സവം ഭക്തർക്കും നാട്ടുകാർക്കും വർണ്ണവസന്തത്തിന്റെ മതിവരാ കാഴ്ചകളാണ് സമ്മാനിച്ചത്. പാവറട്ടി SHO ജോസഫ് ആന്റണി നെറ്റോ, SI അനുരാഗ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സേനയും സേവന സന്നദ്ധരായി സ്ഥലത്തുണ്ടായിരുന്നു. ദേവസ്വം മാനേജർ രത്നാകരൻ, ഭാരവാഹികളായ K ബിനോജ്, ഹരിദാസൻ കരുമത്തിൽ, അശോകൻ കുരിയക്കോട്ട് തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. TCV ന്യൂസ്, പാവറട്ടി. പുതുക്കാട് വടക്കേത്തുറവിൽ ട്രെയിൻ തട്ടി യുവാവ് മരിച്ചു. CPM പുതുക്കാട് റെയിൽവേ ബ്രാഞ്ച് സെക്രട്ടറിയും ലോക്കൽ കമ്മിറ്റി അംഗവുമായ കാകളി വീട്ടിൽ 25 വയസ്സുള്ള അരുൺദാസാണ് മരിച്ചത്. വീടിന് സമീപത്തെ റെയിൽ പാതയിലാണ് മൃതദേഹം കണ്ടത്. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ഗുരുവായൂരിൽ നിയന്ത്രണം വിട്ട ഓട്ടോ ടാക്സി റോഡരികിലെ തെങ്ങിലിടിച്ച് ഡ്രൈവർക്ക് പരിക്ക്. കുരഞ്ഞിയൂർ സ്വദേശി വെള്ളറ ജിൻഡോയ്ക്കാണ് പരിക്കേറ്റത്. കാവീട് LP സ്കൂളിന് മുൻപിലായിരുന്നു അപകടം. എതിരെ വന്ന ഓട്ടോറിക്ഷയിൽ തട്ടി നിയന്ത്രണം വിട്ടാണ് ഓട്ടോ ടാക്സി തെങ്ങിലിടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോ ടാക്സിയുടെ മുൻവശം തകർന്നു. വാഹനത്തിനുള്ളിൽ കുടുങ്ങിക്കിടന്ന ജിൻഡോയെ ഫയർഫോഴ്സ് എത്തിയാണ് രക്ഷപ്പെടുത്തിയത്. കാലിന് പരിക്കേറ്റയാളെ കുന്നംകുളത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. AITUC നേതൃത്വത്തിലുള്ള പ്രൈവറ്റ് മോട്ടോർ തൊഴിലാളി യൂണിയൻ ജില്ലാ സമ്മേളനം സംഘടിപ്പിച്ചു. CPI ജില്ലാ കമ്മിറ്റി ഓഫീസ് ഹാളിൽ നടന്ന സമ്മേളനം AITUC സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. CPI ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ, AITUC ജില്ലാ പ്രസിഡന്റ് BS പ്രിൻസ്, മോട്ടോർ തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി KC ജയപാലൻ, പ്രസിഡന്റ് PK നാസർ, യൂണിയൻ ജില്ലാ പ്രസിഡന്റ് TK സുധീഷ് എന്നിവർ പങ്കെടുത്തു. സർക്കാർ സേവനത്തിൽ നിന്ന് വിരമിക്കാൻ ദിവസങ്ങൾ ബാക്കിയുള്ളപ്പോൾ മണവാട്ടിയായി പഞ്ചായത്ത് സെക്രട്ടറി. പ്രസിഡന്റും ജനപ്രതിനിധികളും ചേർന്നുള്ള ഒപ്പന സൂപ്പർ ഹിറ്റായി. അരിമ്പൂർ പഞ്ചായത്തിൽ നിന്ന് ഈ മാസം വിരമിക്കുന്ന സെക്രട്ടറി റെനി പോളും പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയകുമാറും ചേർന്നുള്ള ഒപ്പനയാണ് കാണികളെ ആഹ്ലാദത്തിൽ ആറാടിച്ചത്. നാണത്തിൽ കുതിർന്ന മുഖവുമായി എത്തിയ മണവാട്ടിയുടെ വേഷമിട്ട സെക്രട്ടറിയെ കസേരയിലിരുത്തി ചുറ്റും അണിനിരന്നാണ് മറ്റുള്ള ജനപ്രതിനിധികളായ വനിതകൾ ഒപ്പനയ്ക്ക് ചുവടുവെച്ചത്. കന്നിപ്പളുങ്കെ പൊന്നും കിനാവേ ചുന്തരിപ്പെണ്ണാളെ എന്ന ഗാനത്തിനാണ് ഇവർ തനത് ഒപ്പന വേഷത്തിൽ കൂളിംഗ് ഗ്ലാസുകൾ വെച്ച് നൃത്തം ചെയ്തത്. ജില്ലി വിൽസൺ, സലിജ സന്തോഷ്, നീതു ഷിജു, ശോഭ ഷാജി, ഷിമി ഗോപി എന്നിവരാണ് പ്രസിഡന്റിനും സെക്രട്ടറിക്കുമൊപ്പം ചുവടുവെച്ചത്. അരിമ്പൂർ പഞ്ചായത്തിലെ നിലവിലെ ഭരണസമിതി അംഗങ്ങളെയും പൂർവ്വകാല അംഗങ്ങളെയും മറ്റു വ്യക്തികളെയും ഉൾപ്പെടുത്തി നടത്തിയ പരിപാടിയിലാണ് ഒപ്പന അരങ്ങേറിയത്.
ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയകുമാർ അധ്യക്ഷത വഹിച്ചു. TCV തൃശൂർ. കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് കേരള ജില്ലാ സമ്മേളനവും സെമിനാറും തൃശൂരിൽ നടന്നു. സംസ്ഥാന ചെയർമാൻ KG വിജയകുമാർ നായർ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ജനറൽ സെക്രട്ടറി സക്കറിയ പള്ളിക്കണ്ടി അധ്യക്ഷത വഹിച്ചു. ഭാരവാഹികളായ അമ്പലപ്പുഴ ശ്രീകുമാർ, സക്കറിയാസ് N സേവിയർ, ഗഫൂർ T മുഹമ്മദ് ഹാജി, ജോർജ് J ചിറമേൽ തുടങ്ങിയവർ സംസാരിച്ചു. വീണ്ടും ഒരു ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. തിരികെ വാർത്തകളിലേക്ക്. ഗുരുവായൂർ ക്ഷേത്രനടയിൽ പാമ്പിനെ കണ്ടത് പരിഭ്രാന്തി പരത്തി. തെക്കേ നടയിലെ കൂവളത്തിന് സമീപം ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് പാമ്പിനെ കണ്ടെത്തിയത്. ദർശനത്തിനും പ്രസാദം വാങ്ങാനുമായി ഭക്തർ വരി നിൽക്കുന്നതിന് സമീപത്താണ് പാമ്പ് ഇഴഞ്ഞുപോയത്. ഏകാദശി വിളക്ക് നടക്കുന്നതിനാലും അവധി ദിവസമായതിനാലും ഭക്തരുടെ വലിയ തിരക്കുണ്ടായിരുന്നു. ദേവസ്വം അധികൃതർ വിവരം അറിയിച്ചതനുസരിച്ച് സിവിൽ ഡിഫൻസ് വോളണ്ടിയർ പ്രബീഷ് ഗുരുവായൂർ എത്തി പാമ്പിനെ പിടികൂടി. വിഷമില്ലാത്ത വെള്ളിവരയൻ ഇനത്തിൽപ്പെട്ട പാമ്പാണിതെന്ന് പ്രബീഷ് പറഞ്ഞു. തിടപ്പള്ളിയിലേക്ക് കൊണ്ടുവന്ന ചകിരിയോടൊപ്പമാണ് പാമ്പ് എത്തിയതെന്ന് കരുതുന്നു. പാമ്പിനെ പിന്നീട് എരുമപ്പെട്ടി ഫോറസ്റ്റ് അധികൃതർക്ക് കൈമാറി. അടിയന്തര പ്രതികരണ സംവിധാനത്തിലേക്ക് വരുന്ന സഹായ അഭ്യർത്ഥനകളിൽ അതിവേഗം പ്രതികരിച്ച് തൃശൂർ റൂറൽ പോലീസ് മികച്ച നേട്ടം കൈവരിച്ചു. ഒക്ടോബറിൽ 112 എന്ന ഹെൽപ്പ് ലൈനിലേക്ക് 567 സഹായ അഭ്യർത്ഥനകളാണ് ലഭിച്ചത്. ഇതിലെല്ലാം അതിവേഗം ഇടപെട്ട് ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു. 81 FIRകൾ രജിസ്റ്റർ ചെയ്തതായും റൂറൽ പോലീസ് മേധാവി B കൃഷ്ണകുമാർ അറിയിച്ചു. ബിജുവിന്റെ കരവിരുതിൽ ഈർക്കിലി ഉപയോഗിച്ച് നിർമ്മിച്ച ഗുരുവായൂർ ക്ഷേത്ര മാതൃക ഇനി ഗുരുവായൂരപ്പ ഭക്തർക്ക് ദർശന സായുജ്യമാകും. ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് സമർപ്പിച്ച മാതൃകാ രൂപം ഭക്തർക്ക് മുന്നിൽ പ്രദർശിപ്പിക്കാൻ ദേവസ്വം തീരുമാനിച്ചു. കോട്ടപ്പടി സ്വദേശി മാറോക്കി ബിജുവാണ് 6 അടി നീളത്തിലും 4 അടി വീതിയിലുമായി ഈർക്കിലിയിൽ ഗുരുവായൂർ ക്ഷേത്ര മാതൃക നിർമ്മിച്ചത്. ക്ഷേത്രത്തിൽ പ്രവേശിച്ചിട്ടില്ലാത്തതിനാൽ കേട്ടറിവിന്റെ ബലത്തിലാണ് അകത്തളങ്ങൾ മനോഹരമാക്കിയത്. സിമന്റ് പണിക്കാരനായ ബിജു ജോലി കഴിഞ്ഞെത്തിയാൽ 1 മണിക്കൂർ നിർമ്മാണത്തിനായി നീക്കിവെക്കും. ഇങ്ങനെ 10 മാസം കൊണ്ടാണ് നിർമ്മാണം പൂർത്തീകരിച്ചത്. ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സഹായത്തോടെ വാഹനത്തിലാണ് മാതൃകാ രൂപം ഗുരുവായൂർ ക്ഷേത്രനടയിൽ എത്തിച്ചത്. ക്ഷേത്രത്തിന് പുറത്ത് ദീപസ്തംഭത്തിന് മുൻപിൽ നടന്ന സമർപ്പണ ചടങ്ങ് NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, ഭരണസമിതി അംഗം C മനോജ്, ക്ഷേത്രം മാനേജർ CR ലജുമോൾ എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി. വാർണിഷ് അടിച്ച് മനോഹരമാക്കിയ ക്ഷേത്ര മാതൃക ഭക്തർക്ക് കാണാനും ഫോട്ടോ എടുക്കാനുമായി വൈകുന്നേരം വരെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിന് മുൻപിൽ പ്രദർശിപ്പിച്ചു. ഇത് ചില്ലുകൂട്ടിലാക്കി ക്ഷേത്രത്തിനകത്ത് പ്രദർശിപ്പിക്കുമെന്ന് ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ പറഞ്ഞു. TCV ഗുരുവായൂർ. മലയാള കാവ്യ സാഹിതി തൃശൂർ ജില്ലാ വാർഷിക സമ്മേളനം സാഹിത്യ അക്കാദമിയിൽ നടന്നു. സംസ്ഥാന സെക്രട്ടറി കാവാലം അനിൽ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് സുദർശനകുമാർ വടശ്ശേരിക്കര അധ്യക്ഷത വഹിച്ചു. കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ ശ്രീജിത്ത് മുത്തേടത്തിനെ ചടങ്ങിൽ ആദരിച്ചു. ശൈലജ പുറനാട്ടുകര രചിച്ച മാനത്തെ പക്ഷി എന്ന കവിതയുടെ പ്രകാശനവും നടന്നു. സുഷമ ശിവരാമൻ, ബിന്ദു ദിലീപ് രാജ്, പ്രൊഫസർ BA വർഗീസ്, ഡോക്ടർ ജയപ്രകാശ് വർമ്മ, ഡോക്ടർ കാർത്തിക തുടങ്ങിയവർ സംസാരിച്ചു.
ചാവക്കാട് മണത്തല ദേശീയപാതയിൽ മേൽപ്പാലത്തിന് മുകളിലെ പാർശ്വഭിത്തി വീണ സംഭവത്തിൽ NH അധികൃതർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് താലൂക്ക് വികസന സമിതി യോഗത്തിൽ ആവശ്യം. NCP പ്രതിനിധി MK ഷംസുദ്ദീനാണ് ആവശ്യമുന്നയിച്ചത്. ടൗണിൽ ഗതാഗത ക്രമീകരണത്തിനായി ഹോംഗാർഡിനെ നിയമിക്കുക, പോലീസ് സ്റ്റേഷനിൽ അംഗസംഖ്യ വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും യോഗത്തിൽ ഉയർന്നു. യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നഫീസക്കുട്ടി വലിയകത്ത് അധ്യക്ഷത വഹിച്ചു. ലോക സ്ട്രോക്ക് ദിനത്തോടനുബന്ധിച്ച് തൃശൂർ ന്യൂറോളജിക്കൽ സൊസൈറ്റിയുടെയും സ്ട്രോക്ക് ഫൗണ്ടേഷന്റെയും IMA തൃശൂരിന്റെയും ആഭിമുഖ്യത്തിൽ നടത്തിയ വാക്കത്തോൺ റിട്ടയർഡ് ACP സുരേഷ് ഫ്ളാഗ് ഓഫ് ചെയ്തു. കേരള അസോസിയേഷൻ ഓഫ് ന്യൂറോളജിസ്റ്റിന്റെ നിയുക്ത പ്രസിഡന്റ് ഡോക്ടർ B രഘുനാഥും സ്ട്രോക്ക് ഫൗണ്ടേഷൻ പേട്രന്മാരായ ഡോക്ടർ ഗിൽവാസും ഡോക്ടർ PT ഹരിദാസും ന്യൂറോളജി സൊസൈറ്റി പ്രസിഡന്റ് ഡോക്ടർ ഫിജു ചാക്കോയും തൃശൂർ ജില്ലാ ആശുപത്രി മെഡിസിൻ മേധാവി ഡോക്ടർ രീജ ഭാസ്കർ, തൃശൂർ IMA പ്രസിഡന്റ് ഡോക്ടർ ബേബി തോമസ്, സെക്രട്ടറി ഡോക്ടർ ഷർമിള എന്നിവരും സംസാരിച്ചു. ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ ബോധവൽക്കരണ സ്കിറ്റും ഫ്ലാഷ് മോബും അവതരിപ്പിച്ചു. കേരള വാസ്തുവിദ്യ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് ഉദ്ഘാടനം ചെയ്തു. വാസ്തുവിദ്യ അക്കാദമി ചെയർമാൻ ഡോക്ടർ CS ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KS ബിജു, കോഴ്സ് കോർഡിനേറ്റർ AB ശിവൻ, BM ആനന്ദൻ, PK വിജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. റോഡിൽ നിന്ന് റോഡ് നോക്കിയിട്ട് അപ്പുറത്ത് കിഴക്കാണെന്നത് പടിഞ്ഞാറാണ്, അതുകൊണ്ട് മറ്റേതായി കിഴക്കിനെയോ എടുക്കിനെയോ പറയുന്നത് എന്താണ് ഊർധ്വത്തില് ഉള്ളത്? മരോട്ടിച്ചാൽ രാഗം റോഡിൽ വീട്ടിൽ നിർത്തിയിട്ട് സ്കൂട്ടർ സാമൂഹ്യവിരുദ്ധർ തീവെച്ച് നശിപ്പിച്ച നിലയിൽ കണ്ടെത്തി. കക്കാട്ട് വീട്ടിൽ ഷെമിലിന്റെ സ്കൂട്ടറാണ് കത്തിച്ചത്. വീട്ടിൽ നിന്നും റോഡിലേക്ക് സ്കൂട്ടർ തള്ളിമാറ്റി കൊണ്ടുപോയാണ് തീയിട്ട് നശിപ്പിച്ചത്. ഒല്ലൂർ പോലീസ് കേസെടുത്തു. വാണിജ്യം. പതിനഞ്ച് വർഷത്തെ മികച്ച പ്രവർത്തന പാരമ്പര്യവുമായി കാഴ്ചയുടെ ലോകത്ത് വിശ്വാസത്തിന്റെയും മികവിന്റെയും പുതിയ പര്യായമായി മാറിയ സൈമൺസ് ഐ ഹോസ്പിറ്റലിന്റെ 6ാമത് ശാഖ കാഞ്ഞാണിയിൽ പ്രവർത്തനം ആരംഭിച്ചു. മികച്ച കാഴ്ചയും വിശ്വസ്ത പരിചരണവും എല്ലാവർക്കും ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ 2010 ഡോക്ടർ സാം സൈമൺ ആരംഭിച്ച സൈമൺസ് കണ്ണാശുപത്രിയുടെ കാഞ്ഞാണി സെബി ആർക്കേഡിൽ ആരംഭിച്ച 6ാമത് ശാഖയുടെ ആശീർവാദ കർമ്മം കണ്ടശാങ്കടവ് വികാരി ഫാദർ റാഫേൽ അക്കാമറ്റത്തിൽ നിർവഹിച്ചു. ആശുപത്രിയുടെ ഉദ്ഘാടനം മുരളി പെരുന്നെല്ലി MLA നിർവഹിച്ചു. സൈമൺ കണ്ണാശുപത്രി മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ സാം സുബി സൈമൺ അധ്യക്ഷത വഹിച്ചു. മുൻ ലോക്സഭാംഗം TN പ്രതാപൻ, മുൻ കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു. മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത്, വാർഡ് മെമ്പർ കൃഷ്ണേന്ദു ഷിജിത്ത്, സൈമൺ കണ്ണാശുപത്രി ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ രാഹുൽ ചാണ്ടി, മാർക്കറ്റിംഗ് മാനേജർ വൈശാഖ് P ശിവൻ തുടങ്ങിയവർ സംസാരിച്ചു. കേരളത്തിലെ മുൻനിര നേത്രാശുപത്രികളിൽ ഒന്നാണ് അത്യാധുനിക സൗകര്യങ്ങളോടെ കാഞ്ഞാണിയിൽ ആരംഭിച്ച സൈമൺസ് കണ്ണാശുപത്രി. പരിചയസമ്പന്നരായ ഡോക്ടർമാരുടെയും സേവന സന്നദ്ധരായ സ്റ്റാഫിന്റെയും സ്നേഹപൂർവ്വമായ പരിചരണത്തോടെ രോഗികൾക്ക് സമഗ്ര നേത്ര ചികിത്സാ സേവനങ്ങൾ ഒരൊറ്റ കുടക്കീഴിൽ ലഭ്യമാക്കുന്ന സംവിധാനങ്ങളാണ് കാഞ്ഞാണി സെന്ററിലെ ആശുപത്രിയിൽ ഒരുക്കിയിരിക്കുന്നത്. സമഗ്ര കണ്ണ് പരിശോധന, കാറ്ററാക്ട് ആൻഡ് ലാസിക് സർജറി, റെറ്റിന ആൻഡ് ഗ്ലോക്കോമ ക്ലിനിക്, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ എല്ലാവിധ നേത്ര ചികിത്സാ സേവനങ്ങളും സൈമൺസ് ഐ ഹോസ്പിറ്റലിൽ ലഭ്യമാണ്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പും തെരഞ്ഞെടുക്കുന്ന 50 നിർധനരായ രോഗികൾക്ക് സൗജന്യ തിമിര ശസ്ത്രക്രിയയും ചെയ്തു നൽകുമെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. ആശുപത്രിയിലെ ഡോക്ടർമാരെയും വിശിഷ്ടാതിഥികളെയും ചടങ്ങിൽ ആദരിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 0487 299 3299. ഇന്നത്തെ സ്വർണ്ണനിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 11,275 രൂപ, പവന് 90,200 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്രയാർ. സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപനം തിങ്കളാഴ്ച തൃശൂരിൽ നടക്കും. സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പുരസ്കാര പ്രഖ്യാപനം നടത്തും. മികച്ച നടനുള്ള പുരസ്കാരത്തിന് മമ്മൂട്ടിയും ആസിഫ് അലിയും വിജയരാഘവനും പരിഗണനയിൽ. മാലിന്യമലയിൽ നിന്ന് കായിക വിസ്മയത്തിലേക്ക് ലാലു. IM വിജയൻ സ്പോർട്സ് കോംപ്ലക്സ് തിങ്കളാഴ്ച നാടിന് സമർപ്പിക്കും. കായിക മന്ത്രി V അബ്ദുറഹ്മാൻ ഉദ്ഘാടനം നിർവഹിക്കും. വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിന് ചൊവ്വാഴ്ചയ്ക്ക് ശേഷം വോട്ടറെ തേടി BLO വീടുകളിലെത്തും. വീട്ടിൽ ആളില്ലെങ്കിൽ 3 തവണ വരെ എത്തണമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം. ദേശമംഗലത്ത് 19 വയസ്സുകാരന് ആൾക്കൂട്ട മർദ്ദനം. ക്രൂരമർദ്ദനത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥി ആശുപത്രിയിൽ. പുലിക്കണിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടം കാർഷിക വിളകൾ നശിപ്പിച്ചു. മൂർക്കാട്ടിൽ ബിജുവിന്റെ പറമ്പിലെ കൃഷിയാണ് കാട്ടാനക്കൂട്ടം നശിപ്പിച്ചത്. ദേശമംഗലം മറവട്ടൂരിൽ തെരുവ് നായ ആക്രമണത്തിൽ 6 പേർക്ക് പരിക്ക്. ബുള്ളറ്റിൻ പുറമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.